ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. സോ ഇന്ന് നമുക്ക് നോമ്പ് തുറ, നാട്ടിലെ നോമ്പ് തുറ കാണാം, വാ. ഗൈസ്, ഉപ്പാമാരൊരു കാറ് തള്ളിക്കൊണ്ടു പോകുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഇതാണ് മദ്രസ ഓഡിറ്റോറിയം അല്ലെങ്കിൽ സിം ഓഡിറ്റോറിയം. ഗൈസ്, ഇതാണ് വിഴിഞ്ഞം മദ്രസ ഓഡിറ്റോറിയം, അതായത് ഇപ്പോൾ സിം ഓഡിറ്റോറിയം എന്ന് പറയും, സിറാജുൽ ഇസ്ലാം മദ്രസ ഓഡിറ്റോറിയം. ഇവിടെയാണ് നമ്മൾ നോമ്പ് തുറ വച്ചിരിക്കുന്നത്. കുട്ടികളെല്ലാം നോമ്പ് തുറ ഭക്ഷണം വാങ്ങാനാണ് നിൽക്കുന്നത്. തുടക്കം ഇറച്ചിക്കഞ്ഞിന്ന് തന്നെ ആവാം. ഇതാ നെയ്മ് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളെല്ലാം ജോലി എന്തേലും ചെയ്തോ, ഞങ്ങളിതാ ക്രിക്കറ്റ് കളി കാണുവാണ്. ഇന്ന് ഇന്ത്യ ജയിക്കണം. ഹാഷിമു, നഈമു, സഹീർ യവന്മാർ 3 പേര് എന്തൊക്കെയോ അവിടെ കാണിച്ചു കൂട്ടുന്നുണ്ട്. ഗൈസ്, അങ്ങനെ ഇന്ത്യയുടെ കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഇന്ന് കപ്പടിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നപ്പോൾ നോമ്പ് തുറക്കാൻ എന്തായിരിക്കും, ഞാനും വെയിറ്റിംഗ് ആണ്. ഗൈസ്, ഇവിടെ പ്ലേറ്റ് വെക്കലായി. പിന്നെ അസ്ലമാണെ ചറപറ കസേരയിട്ട് തള്ളയാണ്. പിന്നെ ആഷിഖാണെങ്കിൽ കൺട്രാക്ക് അടിക്കാൻ വേണ്ടി കറങ്ങി നടക്കുകയാണ്. പിന്നെ അപ്പുറത്തൊരു നീല ടീഷർട്ട് ഇട്ട് അർഷാദും ഉണ്ട്. നോമ്പ് കുറിക്കാൻ വേണ്ടിയിട്ട് ഈ ഗ്ലാസ്സിലൊഴിക്കുന്നത് വെള്ളരിക്ക ജ്യൂസാണ്. അതും കൂടാതെ ഈത്തപ്പഴം, പിന്നെ നിസാമാക്ക ഒരു ചായക്കട മുഴുവൻ വാങ്ങിയിട്ടുണ്ട് നമുക്ക് കഴിക്കാൻ. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ, ഇതാ കൺട്രാക്ക് റാഷിക്ക് നമുക്ക് ഫുഡ് കാണിച്ചു തരികയാണ്. ഇതാ ഇന്ന് ഇടിയപ്പവും ഇറച്ചിക്കറിയുമാണ് നോമ്പ് മുറിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് പള്ളിയിൽ പോയിട്ട് വന്ന് ലാവിശായിട്ട് കഴിക്കാം, എന്തല്ലേ? പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും ഇവിടെയാണ് മുടിഞ്ഞ തിരക്ക്. എല്ലാവരും കഴിച്ചു കഴിഞ്ഞായി. എന്തൊരു സ്പീഡെല്ലാം! കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഒരു യുദ്ധം നടക്കുന്നുണ്ട്. പ്ലേറ്റിൻ്റെ എണ്ണം കുറയുന്നോറും കൈകളുടെ എണ്ണം കൂടും. ഞാൻ നേരത്തെ പറഞ്ഞ ആഷിക്കില്ലേ, കൺട്രാക്ക് ആഷിക്ക്, അവൻ പണി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ തരും, നിങ്ങൾ കഴിച്ചാൽ മതി. ഇവിടെ പയന്മാരെല്ലാവരും കഴിച്ച ക്ഷീണത്തിൽ ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ടിരിക്കുമ്പോൾ അവന്മാർ 2 ഒരു അറ്റത്തിരുന്നിട്ട് ക്രിക്കറ്റ് കളിയും കണ്ടുകൊണ്ടിരുന്നു. ക്രിക്കറ്റ് ഫാൻസ്. ഗൈസ്, അങ്ങനെ നോമ്പ് തുറയൊക്കെ കഴിഞ്ഞു. നിങ്ങളെല്ലാം കണ്ടു കാണും. ഇനിയിപ്പോൾ വീട്ടിൽ പോയി ഒരു 2ാമത്തെ റൗണ്ടും കൂടെ പോവണം. അടുത്ത വീഡിയോയിൽ വരാം.